പെണ്ണായ പ്രഗ്നന്റ് ആവുമെന്നാ പറഞ്ഞു. പെണ്ണുങ്ങൾ നല്ല പ്രഗ്നന്റ് ആവുന്നത്, അതിന് പെണ്ണായ അബോർഷൻ ആക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങനല്ല പറഞ്ഞു. ക്യാപ്ഷന്റെ കുഴപ്പമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ. ഞാനൊരു അമ്മയല്ലേ, ഞാൻ അതിനെ പറയൂ. അങ്ങനെ സുധിച്ച ഋതപ്പന് മുന്നേ 6 മാസം മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല. ഋതപ്പന് 6 മാസം മുന്നേ, ഋതപ്പൻ ഉണ്ടാകുന്നതിന് 6 മാസം മുന്നേ ഒരു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷൻ ആക്കിയതാണ്. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. അന്ന് സൂചിച്ചേട്ടൻ്റെ കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞു. ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല, പൊട്ടിക്കരഞ്ഞു. തിരുവല്ലയിലോ ഹോസ്പിറ്റലാണ്, പൊട്ടിക്കരഞ്ഞു. അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു. ലക്ഷ്മി പ്രിയ ചേച്ചി സൂചിച്ചേട്ടനൊക്കെ ടമാർ പടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്ന സമയമാണ്. 2 മാസമായേ ഉള്ളൂ. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പൊ എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അത് അന്ന് ചെയ്തത്. അത് മരിച്ചുപോയ കുട്ടിയാണ് വയറ്റിൽ കിടന്ന്, വേറെ ഒന്നും. അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് ഋതപ്പനുണ്ടായത്. അതിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റ്സ് വരുന്നത്. അങ്ങനെ ഒരു ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി. നീ എന്താ പ്രതികരിക്കാത്ത? എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ അതിനെപ്പറ്റി. മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്നേ. നീ എന്താ പ്രതികരിക്കുക? എനിക്കെന്താ, ഞാൻ എന്താ ആരെ പേടിക്കണം? എൻ്റെ മൂത്ത മോനും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തിനാണ് ആരെ പേടിക്കണം? 22 വയസ്സുകാരന് വെളിപ്പെടുത്താൻ സൗകര്യമില്ല, അത്രേ ഉള്ളൂ. അവളങ്ങനല്ലേ പറഞ്ഞു, ഈ പറയുന്നവരങ്ങനല്ലേ പറയുന്നത്. എനിക്ക് സൗകര്യമില്ല വെളിപ്പെടുത്താൻ. എനിക്ക് എൻ്റെ മൂത്ത മോനും എന്നെ അറിയാം, എൻ്റെ സുധിച്ചേട്ടന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം. പിന്നെ ആരെയാ ഞാൻ ബോധിപ്പിക്കേണ്ടത്? ആരെ ബോധിപ്പിക്കണം? നിങ്ങൾ പറ. കുറെ നാളായി തുടങ്ങിയിട്ട് അവളെന്താ അതിനെപ്പറ്റി പ്രതികരിക്കാത്ത? അവളെന്താ ഇതിനെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നേ കൊണ്ട് കേസ് കൊടുക്കും. മനസ്സിലായോ? പ്രതികരിക്കാൻ സൗകര്യമില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് ഏതെങ്കിലും ഒരുത്തെ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് കെട്ടിയെടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നു. ഞാൻ ഈ പ്രതികരിക്കാൻ കൂടെ ചെയ്യണോ? സൗകര്യമില്ല. അതുകൊണ്ടാണ് രേണുസുധി പ്രതികരിക്കാത്തത്. അല്ലാതെ പേടിച്ചിട്ടോ ഒന്നും വേണ്ട. ഇത് ഇത്ര വലിയ കാര്യം, പെണ്ണായ അങ്ങനെ ആവും, അത്രേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ. മനസ്സിലായോ? ഇവരാരും ഉത്തരവാദിത്തപ്പെടേണ്ടെന്നേ. അത് ആരെല്ലാം രംഗത്ത് വരുന്നുണ്ടോ ഞാനാ ഉത്തരവാദി എന്ന് പറഞ്ഞു? ഈ പറയുന്ന ആരെങ്കിലും കൊണ്ടുവന്നേ അല്ലെ? ഈ പറയുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നേ. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാതെ ഒരു കാര്യവും സംസാരിക്കാറ്.